ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം UK-ന്ന് നേഴ്സുമാരൊക്കെയും ഒത്തിരി പേര് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ നോക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഗ്ലോബലി നിങ്ങൾ നേഴ്സിങ് ഒരു പാഷനേറ്റായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതിൽ വർക്ക് ചെയ്യണവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്ലോബലി നഴ്സിങ്ങിന് സർവീസ് കൊടുക്കണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ് നമ്മളിന്ന് പറയണത്. ഇത് ഞാനിങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ UK-ൽ ഒത്തിരി സ്കാംസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. വിസ തട്ടിപ്പ് എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് പറയണത് നമുക്ക് അത്രയും ജെന്യൂനായിട്ട് അറിയാവുന്നവരാണ്. പിന്നെ നമ്മുടെ കസിനാണ് ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ ഞാനായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ജെന്യൂനായിട്ട് ഫീൽ ചെയ്തു. അപ്പം അത് മറ്റുള്ളവരോട് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാം ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. നഴ്സിംഗ് പഠിച്ച എല്ലാവരുടെയും തന്നെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. അത് ഏതൊരു കൺട്രിയിൽ വർക്ക് ചെയ്തവരാകട്ടെ, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാകട്ടെ, അവർക്ക് പോകേണ്ടതായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഓസ്ട്രേലിയ. 2024 മുന്നേ വരെ ന്യൂസിലാൻഡ് പാത്വേ ത്രൂ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു, വിത്തൗട്ട് എനി എക്സാംസ്. ബട്ട് 2024 ഈ ന്യൂസിലാൻഡ് പാത്വേ അവർ ക്യാൻസൽ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനിയും ഉള്ള ഏതൊരു രാജ്യത്തു നിന്നും നമുക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സാംസ് ഉണ്ട്, വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊരു രീതിയാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതിനൊരു പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഒരു പുതിയ പാത്വേ അവർ റൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2025 ജാനുവരിയിലാണ് അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡിന്റെ ഈ പുതിയ റൂൾ അനുസരിച്ച് രണ്ട് പാത്വേ ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പാത്വേ 1 ആൻഡ് പാത്വേ 2. പാത്വേ 1 വരുന്ന കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നും ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒരു റിക്വയർഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, വിത്തൗട്ട് എനി എക്സാംസ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാത്വേ 1 ഭാഗമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പഠിക്കണം എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ആൻഡ് വിത്ത് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൽ തന്നെ 3 കാറ്റഗറി വരുന്നുണ്ട്: സ്ട്രീം A, B ആൻഡ് C. അപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ബാച്ചിലേഴ്സ് പഠിച്ചതുമാണ്, അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഈ പാത്വേ 1 സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി പാത്വേ 2 എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലാണ് പഠിച്ചത്, അതായത് ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് നമ്മൾ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത്യാവശ്യം എക്സ്പീരിയൻസോട് കൂടി നമ്മൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷേ ഈ കുറച്ച് നാളെന്ന് പറയുന്നതിന് അവർ കറക്റ്റ് ഒരു മിനിമം വർക്കിംഗ് അവേഴ്സ് പറയുന്നുണ്ട്. അതായത് 1800 വർക്കിംഗ് അവേഴ്സ് ആണ് നമുക്ക് ഈ പാത്വേ 2 എലിജിബിൾ ആവാനായിട്ട് വേണ്ടി. ഈ 1800 വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ആണ് മിനിമം വേണ്ടിയത്, അതായത് വീക്ക്ലി 36.5 hours. അപ്പം ഈ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുവാണെങ്കിൽ, അതായത് പാത്വേ 2 നമ്മൾ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ കോസ്കിയോ മറ്റ് എക്സാമുകളുടെയോ ആവശ്യമില്ലാണ്ട് തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓസ്ട്രേലിയൻ മിനിസ്റ്റേറിയൻ കൗൺസിൽ ഈ ബില്ല് സെപ്റ്റംബർ 2024 പാസ് ചെയ്തു. പക്ഷെ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ആയത് ജാനുവരി 2025 ഏപ്രിൽ 2025 മുതൽ റൂള് ഇഫക്റ്റീവ് ആകുന്നതാണ്. അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെയാണ് ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് UK ആണ്. അപ്പോൾ UK-ൽ 1800 hours മിനിമം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് വരുന്നത് അയർലൻഡ്, മൂന്നാമത്തേത് കാനഡ. പക്ഷെ കാനഡയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാലോ പല പ്രൊവിൻസുകളുണ്ട്. അപ്പം 2 കാനഡിയൻ പ്രൊവിൻസുകൾക്കാണ് ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഈ 2 പാത്വേ ത്രൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് BC ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഒണ്ടാരിയോ. അപ്പോൾ നിങ്ങളൊരു US രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ 2 പാത്വേ ത്രൂ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മിനിമം റിക്വയർമെന്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ 1800 വർക്കിംഗ് അവേഴ്സ് ആണ്. അഞ്ചാമതായിട്ട് വരുന്നത് സ്പെയിൻ ആണ്. ആറാമതായിട്ട് സിംഗപ്പൂർ. ഈവൻ ദോ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ കൂടിയും ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ സിംഗപ്പൂരിനെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സിംഗപ്പൂരിൽ നിന്നുള്ള നഴ്സുമാർ ഇംഗ്ലീഷ് കോമ്പിറ്റൻസി ക്ലിയർ ചെയ്യുന്നതായിട്ട് വരും. ഗൈസ്, അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം.
അപ്പം നമ്മുടെ IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ടീം ഈ വന്ന മാർച്ച് 30, 31 അയർലൻഡിലും പിന്നെ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 11 വരെ UK പല ഭാഗത്തായിട്ട് അവർക്കുടെ ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.